ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് വയറൊക്കെ ഉള്ള ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോട്ട് പോസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വയറ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ ബോഡി ഫാറ്റ് ബേൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായിട്ട് നിങ്ങൾ കാർഡിയോ ചെയ്യണം, വാമപ്പ് ചെയ്യണം, അതുപോലെ തന്നെ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് നോക്കണം, കൃത്യമായിട്ട് വർക്കൗട്ടുകൾ ചെയ്യണം. നമ്മുടെ ആപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു വർക്കൗട്ടാണ്. ഇത് ലെഗ് റേസ് ആണ്. നമ്മുടെ നോർമൽ ലെഗ് റേസിനേക്കായി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണിത്. ഇതേപോലെ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു പ്ലേസിൽ കിടക്കുക. അതിനുശേഷം നിങ്ങളുടെ കാലിൽ ഇതേപോലെ ചെറിയ ലൈറ്റ് വെയ്റ്റിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നോർമലായിട്ട് ലെഗ് റൈസ് ചെയ്യാവുന്നതാണ്. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ക്രഞ്ചസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലുകൾ ലോക്ക് ചെയ്തതിന് ശേഷം ക്രഞ്ചസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്രഞ്ചസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പർ ബോഡി ഉയർത്തുന്ന സമയത്ത് അപ്പർ ബോഡി ചെസ്റ്റ് അപ്പ് ചെയ്ത് വേണം ഉയർത്തി കൊടുക്കാനായിട്ട്. നിങ്ങളുടെ ആബ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട്. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ഈ ഒരു വർക്കൗട്ടും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ വർക്കൗട്ട് ഈ ഒരു രീതി ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ ഇതേപോലെ ബെൻഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ അപ്പർ ബോഡി ചെസ്റ്റ് അപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇരുവശങ്ങളിലായിട്ട് ഉയർത്തി കൊടുക്കുക. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പർ ബോഡി ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, അതേപോലെ തന്നെ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾ വർക്കൗട്ടിൽ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത ക്രഞ്ചസിൽ ലോക്ക് ചെയ്ത പോലെ നിങ്ങൾക്ക് 2 പേരോ അതിൽ കൂടുതൽ ആളുകളോ ഉണ്ടെങ്കിൽ കാലുകൾ ലോക്ക് ചെയ്തതിന് ശേഷം ഈ സെയിം വർക്കൗട്ട് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് ആപ്സിന് വേണ്ടിയിട്ട് 3 വർക്കൗട്ടാണ് ചെയ്തത്. അതിനുശേഷം നിങ്ങൾക്ക് കാർഡിയോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീട്ടിലിരുന്ന് തന്നെ വർക്കൗട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു കാർഡിയോ ലെഗ് റൈസ് ആൻഡ് ബാക്ക് സിറ്റ് ആണ്. ഇത് കുറച്ച് പാടുള്ള വർക്കൗട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബാലൻസ് ചെയ്ത് ചെയ്യേണ്ട വർക്കൗട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് ജമ്പിങ് ജാക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 മിനിറ്റ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ കാർഡിയോ വർക്കൗട്ട് ചെയ്യാനായിട്ട് എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. ഓരോ ദിവസവും കഴിയുന്തോറും നിങ്ങൾ കാർഡിയോ ചെയ്യാനുള്ള ടൈമിങ് കൂട്ടി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കാർഡിയോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 മിനിറ്റ് വെച്ചിട്ട് 4 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടരെ ചെയ്യുന്തോറും നിങ്ങൾക്ക് കാർഡിയോയുടെ ടൈമിങ് കൂടി കൂട്ടി കൊടുക്കേണ്ടതാണ്. ഓവറായിട്ട് ബോഡി വെയ്റ്റ് ഉള്ള ആളുകളും അതേപോലെ തന്നെ കാലിൻ്റെ ലിഗമെൻറ്റിന് ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജമ്പിങ് ആയിട്ടുള്ള കാർഡിയോസൊക്കെ ലൈറ്റായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം വീട്ടിൽ സൈക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കിളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ കാർഡിയോ ഈ ഒരു കാർഡിയോ വർക്കൗട്ടോട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും 1 മിനിറ്റ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ് ബർപ്പീസ് എന്ന് പറയുന്നത്. ഇതേപോലെ ബർപ്പീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബർപ്പീസ് നിങ്ങൾക്ക് 1 മിനിറ്റ് വെച്ച് 3 സെറ്റായിട്ടോ അല്ലെങ്കിൽ 15 റെപ്സ് വെച്ചിട്ട് 4ഓ 5ഓ സെറ്റായിട്ടോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടണം. ബൈ.